ഇന്ന് നമുക്കൊന്ന് മഞ്ചേരി പോവാട്ടോ. വെറുതെ പോയി വരാനല്ല, 2 ദിവസം അങ്ങോട്ട് വീട്ടിലങ്ങോട്ട് നിൽക്കാം. ഒട്ടും അങ്ങോട്ട് കുറക്കണ്ട അല്ലേ. വീട്ടിൽ പോകാനുള്ള സന്തോഷം കൊണ്ടാ തോന്നുന്നു ബ്ലഷ് അങ്ങോട്ട് വാരിക്കൂരി ഞാൻ വിതറുന്നുണ്ട്. ഈ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് ഇത്രയും എക്സ്പ്രഷൻ ഞാൻ വാരി വിതറുന്ന കാര്യം ഞാൻ അറിഞ്ഞത് കേട്ടോ. ആരും കൊല്ലണ്ട, ഇതൊക്കെ അറിയാതെ ആ ഒരു ഫ്ലോയിൽ വരുന്നതാണ്. അങ്ങനെ പോവാനൊക്കെ റെഡി ആയപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. തുണി മണിയൊന്നും പെറുക്കി വെച്ചിട്ടില്ല. ആകെ 2 ദിവസത്തിനാണ് പോണത് കേട്ടോ. ഫ്രൈഡേ ഈവനിങ് ആണ് പോണത്. സൺഡേ ഈവനിങ് ആകുമ്പോഴത്തേന് വരും ചെയ്യും. എന്നാലും ഡ്രസ്സിനൊന്നും ഒരു പഞ്ഞും ഉണ്ടാവില്ല കേട്ടോ. ഇഷ്ടം പോലെ ഡ്രസ്സ് ഞാൻ പാക്ക് ചെയ്തെടുക്കും. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി ഒരു പെർഫ്യൂമും കൂടി അങ്ങോട്ട് പൂശിയിട്ട് ഔട്ട്ഫിറ്റ് ചെക്കും കൂടി അങ്ങോട്ട് നടത്തിയിട്ട് നമുക്ക് പോകാമല്ലേ. പോകാനുള്ള തിരക്കില് ഞാൻ ഫുഡ് കഴിക്കാൻ വിട്ടുപോയിണ്ടായിരുന്നു കേട്ടോ. ഈ ഫുഡൊക്കെ പിന്നെ ആർക്ക് ഉണ്ടാക്കി വെച്ചതാന്നും പറഞ്ഞിട്ട് ചേച്ചി കുറച്ച് ചോറും കറിയൊക്കെ എടുത്തിട്ട് എനിക്ക് വാരി തരികയാണ് കേട്ടോ. മക്കള് സ്കൂളിലാണ്. അവരെ പിക്ക് ചെയ്യുന്ന ടൈമിൽ പോയി പിക്ക് ചെയ്ത് നേരെ അങ്ങോട്ട് മഞ്ചേരിക്ക് വിടാന്നാണ് എന്റെ പ്ലാൻ. അങ്ങനെ ചേച്ചിന്റെ കയ്യിൽ നിന്ന് ഒരു 3 ഉരുള ചോറും കഴിച്ച് ഞാൻ പെട്ടി ബാഗൊക്കെ എടുത്ത് ഇറങ്ങാണ് കേട്ടോ. ഈ ബാഗൊക്കെ എടുത്തിട്ടുള്ള ഇറക്കം കണ്ടിട്ടാവണം ടോട്ടോ ലിയോ ഭയങ്കര കൊരയായിരുന്നു കേട്ടോ. ഞങ്ങളിനി ഇവിടെ 2 ദിവസം ഉണ്ടാവില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി തോന്നുന്നു. ഭയങ്കര സൗണ്ട് ഉണ്ടാക്കലായിരുന്നു. ഏതായാലും എല്ലാരോടും ബായൊക്കെ പറഞ്ഞിറങ്ങി. ആദ്യം മക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്കാണ് യാത്ര. അങ്ങനെ അവരെയും പിക്ക് ചെയ്ത് സുജിക്ക് ഒരു വീഡിയോ കോളും ചെയ്ത് ഞങ്ങള് സുജിനോടും ബായ് പറഞ്ഞു കേട്ടോ. 2 ദിവസം ഞങ്ങളെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ല എന്നുള്ളത്. അങ്ങനെ ഇത്രയും വലിയൊരു ബിൽഡപ്പിന് ശേഷം ഞാൻ എന്താ വീട്ടിലെത്തിയിട്ടോ. ഉമ്മയുടെ വെയിറ്റ് ചെയ്ത് മുന്നിൽ തന്നെ നിൽക്കണുണ്ടായിരുന്നു. പിന്നെ ഉമ്മ നേരെ അടുക്കളയിലേക്ക് ഓടി. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ഏതാന്ന് ചോദിച്ചാല് ദോശ എന്നായിരിക്കും കേട്ടോ എൻ്റെ ഉത്തരം. വെറും ദോശയല്ല, ദോശയും ചിക്കൻ കറിയും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ കോമ്പിനേഷൻ ചിലപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് കഴിച്ചോളണമെന്നില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഫുഡ് അങ്ങോട്ട് കഴിച്ചു. വീട്ടിൽ വന്നാൽ പിന്നെ തീറ്റ കഴിഞ്ഞിട്ടുള്ള അടുത്ത ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ആ ബെഡിൽ വെറുതെ കിടക്കുക. ഒരു ഉത്തരവാദിത്തങ്ങളോ ഒരു കാര്യമില്ലാതെ വെറുതെ കിടക്കുക. അതാണ് അടുത്ത ലക്ഷ്യം. നിലൂനായിട്ട് കുറച്ചു നേരം കളിച്ചിരുന്നു. പിന്നെ ഉമ്മ ഇങ്ങനെ വന്നപ്പോൾ ഒരു വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെയാണ് കാക്ക ഓഫീസിൽ നിന്ന് വന്നത്. പിന്നെ അങ്ങനെ കുറെ വർത്താനം ഓനോടും പറഞ്ഞിരുന്നു. പിന്നെ ഇവിടെ വന്നാല് എനിക്ക് ഈ ബെഡ് എന്ന് പറയുന്ന ഒരു മാഗ്നറ്റ് പോലെ ഉണ്ടോ, അന്ന് ഇരുന്നാൽ പിന്നെ എനിക്ക് എണീക്കാൻ കഴിയില്ല. അപ്പൊ പിന്നെ ചോറൊക്കെ കൊണ്ട് ഉമ്മ ഇങ്ങോട്ടേക്ക് വന്ന് എന്നെ തീറ്റിക്കായിരുന്നു. ഇപ്പൊ ഒന്ന് പുറത്തു പോയതായിരുന്നു. വന്ന് ഞങ്ങൾ ഈ അവസ്ഥയൊക്കെ ഇങ്ങനെ നോക്കിക്കാണായിരുന്നു. അങ്ങനെ വല്ലാതെ അങ്ങോട്ട് സുഖിച്ചിരിക്കുമ്പോഴാണ് റെയിനൊരു ചെവി വേദന പെട്ടെന്ന് അങ്ങോട്ട് പിടിപെട്ടു. അത് കൂടുതൽ അങ്ങോട്ട് വെച്ച് ഈ ഇന്നത്തെ ദിവസം അങ്ങോട്ട് മോശമാക്കേണ്ടെന്ന് വെച്ചിട്ട് വേഗത ഹോസ്പിറ്റലിലേക്ക് പോയി. ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ ഒന്ന് കുടിച്ചപ്പോഴേക്കും അവൻ ഏകദേശം ഒന്ന് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും കൂടി അങ്ങോട്ട് ഇരുന്നിട്ട് ഒരു ഫാമിലി വർത്തമാനം. ഞങ്ങളെ വർത്തമാനത്തിലെ വിഷയമൊന്നും നിലൂട്ടനെ അങ്ങോട്ട് ദഹിക്കാത്തോണ്ടാ തോന്നുന്നു. അവൻ അങ്ങോട്ട് നേരത്തെ കിടന്നുറങ്ങി. അപ്പൊ അങ്ങനെ ഇന്നത്തെ ഒരു നല്ല ദിവസം ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ശരി, ബൈ.